ഇപ്പോൾ ഇൻറ്റിമേറ്റ് വെഡിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻറ്റിമേറ്റ് എന്ന വാക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ എന്നുള്ളതാണ്. അതിൽ കുറച്ച് പേര് അഞ്ജു എടുത്ത് പറഞ്ഞു നമ്മൾ കാണുകയും ചെയ്യുന്നു മീഡിയയിൽ. ശരിക്കും അഞ്ജുവിൻ്റെ ഒരു ഡെഫിനിഷനിൽ എന്താണ് സൗഹൃദം? സൗഹൃദം എന്ന് പറഞ്ഞാൽ യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യമൊന്നും പറയത്തില്ല. ഇപ്പം ഞാനൊരു കൊലപാതകം ചെയ്തിട്ട് വന്നാൽ അവർ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്കുള്ള സൗഹൃദങ്ങളിൽ എനിക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ആരും സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളുള്ള ആൾക്കാരാണ്. എല്ലാവരും ജോലിക്കാരാണ്, അല്ല ചിലർക്ക് കുട്ടികളുള്ള ആൾക്കാരുണ്ട്. സോ ഇരട്ടി ടാസ്ക്കാണ് അവർക്ക്. പക്ഷേ സംസാരിക്കുമ്പോൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഉണ്ടാകത്തില്ല. സീറോ ജഡ്ജ്മെൻ്റ് ആയിരിക്കും, സീറോ ഈഗോ ആണ്, ഓണസ്റ്റാണ് ഇവരെല്ലാവരും. ഇപ്പം നമ്മളൊരു സാധനം ചെയ്തിട്ട് ഇപ്പോൾ മറ്റേ ഒരുങ്ങിയിട്ട് ഹൈ എടി എങ്ങനെയുണ്ടേ പിന്നെ കാക്കാച്ചിന് കൊള്ളുകയല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരാണ്. നമ്മളൊരു മണ്ടത്തരത്തിൽ ചാടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അത് കുളവാ കേട്ടോ, ചാടണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. സീറോ ജഡ്ജ്മെൻറ്റിൽ ഓണസ്റ്റായിട്ട് നിൽക്കുന്ന, നമ്മളെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ പറയാതെ അറിയുന്ന, ഇപ്പം എൻ്റെ ചിരി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഫേക്കായിട്ടുള്ള ചിരി ഇട്ടാൽ നിൽക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ള കൂട്ടുകാർ. അങ്ങനെയുള്ളവരെ ഞാനും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഇപ്പം എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളേ ഉള്ളൂ. അവരെല്ലാവരും എൻ്റെ കല്യാണത്തിന് വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊന്ന് കരഞ്ഞാൽ ഇവരെല്ലാവരും വട്ടം നിൽക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചു. അവിടെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ അവരെ വട്ടം നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അവരെ. ആൻഡ് ഇപ്പം പണ്ടൊക്കെ പറയാറുണ്ട്, ഈ സ്ത്രീകൾ തമ്മിലുള്ള ഇതിനകത്ത് എപ്പോഴും കൂട്ടുകെട്ടുകൾക്കകത്ത് എപ്പോഴും ഒരു ജലസി, അസൂയ, ഒരാളുടെ വളർച്ച കണ്ടിട്ട് മറ്റേ ആൾക്കൊരു അസൂയ. ഇവിടെ അതൊന്നുമില്ല. ഐ എം സോ ഹാപ്പി അബൌട്ട് ദി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നത്. കാരണം സീറോ ജലസി, മറ്റേ ആൾ വളരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ആളും കൂടെ കിടന്ന് പണിയെടുക്കും. വി ആർ സോ ഹാപ്പി അബൌട്ട് ദി ഗ്രോത്ത് ദേ ഹാവ്. ആൻഡ് എല്ലാവരും ഒരുപോലെ വളരാൻ ശ്രമിക്കുന്നുണ്ട്. കരിയർ വൈസ് അല്ല ഞാൻ പറയുന്നത്, ആസ് ഹ്യൂമൻ ബീങ്സ്, ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഇവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, നമ്മുടെ ഒരു പവറായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്.